ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ കണ്ടൻറ്റുമാണ് നോക്കാൻ പോകുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ത്രൂ വിച്ച് ദ ഓഡിറ്റർ കൺവേസ് ഹിസ് ഒപ്പീനിയൻ എബൌട്ട് ദ ഫെയർനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കൺസേണിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്ന ഡോക്യുമെൻ്റ് ആണ് എന്ത്? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ മീനിങ്ങിനകത്തത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഓഡിറ്റ് റിപ്പോർട്ട് പ്രസൻസ് ദ റിസൾട്ട് ഓഫ് എക്സാമിനേഷൻ ഡൺ ബൈ ഓഡിറ്റർ. ഓഡിറ്റർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തോ അതിൻ്റെ എല്ലാം എന്ത് ചെയ്യുന്നു, ഒരു സമ്മറി തയ്യാറാക്കി വെക്കുന്നതാണ് എന്ത്? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളെയും ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ടൈറ്റിൽ, അഡ്രസ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ നെയിം, ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റും അതിൻ്റെ ഇയറും ഒക്കെ, അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഏത് ഓഡിറ്റിംഗ് പ്രാക്ടീസ് ആണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടീസാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള റെഫറൻസ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയുള്ള നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒപ്പീനിയൻ, സിഗ്നേച്ചർ, അഡ്രസ്സ്, ഡേറ്റ്, പ്ലേസ്. ഇനി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർ ഉൾപ്പെടുത്തുക? ഒന്ന്, എല്ലാം പ്രോപ്പർലി, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സൊക്കെ പ്രോപ്പറായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും. പിന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആയിട്ടാണോ, അത് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള വ്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസും ഒക്കെ, അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫുള്ളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, എല്ലാ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും അതിൻ്റെ ഡേറ്റാസ് എല്ലാം കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോപ്പർലി ആണെന്ന് നോക്കുക. പിന്നെന്താ ഉള്ളത്, അതായത് അദ്ദേഹം ഓഡിറ്റിംഗ് നടത്തി അദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ കൃത്യമാണ്, അത് കറക്റ്റായിട്ടാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ബ്രാഞ്ചസോ വിസിറ്റ് ചെയ്യാതെയുണ്ടോ, വിസിറ്റ് ചെയ്യാത്തതിനാണെങ്കിലും അഡിക്വേറ്റുള്ള റിട്ടേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടന്റിനകത്ത് കാണും.